കല്യാണം അറിയിച്ചും ഗൃഹപ്രവേശത്തിന് ക്ഷണിച്ചുമൊക്കെ അയ്യപ്പന് നിരവധി കത്തുകൾ ശബരിമല പോസ്റ്റ് ഓഫീസിൽ എത്താറുണ്ട്. ആ കത്തുകളൊക്കെ കൃത്യമായി നടയിലെത്തിക്കുന്ന ആളാണ് പോസ്റ്റ്മാൻ വിഷ്ണു. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനും ആദ്യം അയ്യപ്പനെ തന്നെ ക്ഷണിച്ചിരിക്കുകയാണ് അയ്യപ്പന്റെ സ്വന്തം പോസ്റ്റ്മാൻ. എൻ്റെ പ്രിയപ്പെട്ട അയ്യപ്പ, നിന്റെ ഭക്തരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കത്തുകളായി നിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നവനാണ് ഈ ഉള്ളവൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നിന്നെ അറിയിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ കല്യാണമാണ്. ഈ വരുന്ന ഏപ്രിൽ 12-ന് എനിക്കും എൻ്റെ പ്രതിശ്രുത വധു വീണാദേവിക്കും നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥനകളോടെ നിന്റെ സ്വന്തം പോസ്റ്റ്മാൻ വിഷ്ണു. വിഷ്ണു പറഞ്ഞ പോലെ കല്യാണത്തിന് ക്ഷണിച്ചും സന്തോഷവും സങ്കടവും പ്രതീക്ഷകളുമൊക്കെ പങ്കുവെച്ചുകൊണ്ടുമുള്ള നിരവധി കത്തുകൾ സ്വീകർത്താവായ അയ്യപ്പൻ്റെ പക്കൽ കഴിഞ്ഞ 2 വർഷമായി കൃത്യമായി എത്തിക്കുന്നതാണ് അയ്യപ്പൻ്റെ ഈ സ്വന്തം പോസ്റ്റ്മാൻ. അങ്ങനെയാവുമ്പോൾ സ്വന്തം കല്യാണത്തിനും അയ്യപ്പനെ ക്ഷണിക്കാതിരിക്കുന്നത് എങ്ങനെ? ആദ്യ ക്ഷണം അയ്യപ്പന് തന്നെ. കല്യാണ കത്തുമായി നടയിലെത്തി പ്രാർത്ഥിച്ചു. ശേഷം കുറിമാനം സന്നിധാനം എക്സിക്യൂട്ടീവ് ഓഫീസിൽ കൈമാറി. ദിവസേന ഒരുപാട് കത്തുകൾ അയ്യപ്പന് വരാറുണ്ട്. അതിൽ ഏകദേശം ഈ സീസണിൽ തന്നെ 4000-ന് മുകളിൽ ഒരു സംഖ്യ കണക്കാക്കി അങ്ങനെ കത്തായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അത്രയേറെ കല്യാണക്കുറികൾ അയ്യപ്പന് വരുന്നുണ്ട്. ഇവരുടെ എല്ലാം വിശ്വാസം അയ്യപ്പൻ അവരുടെ കല്യാണത്തിന് എത്തുന്നു എന്നുള്ളതാണ്. എനിക്കും ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ കല്യാണക്കുറി ആദ്യത്തെ കുറി അയ്യപ്പന് സമർപ്പിച്ചത്. അയ്യപ്പന് എൻ്റെ കല്യാണത്തിന് എത്തുന്ന പ്രതീക്ഷയോട് ഞാൻ കാത്തിരിക്കുകയാണ്. പത്തനംതിട്ട പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായ വിഷ്ണു കഴിഞ്ഞ 2 വർഷമായി മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമലയിലും ജോലി ചെയ്യുന്നു. ശബരിമലയിലെ ജോലിയും കല്യാണവുമെല്ലാം അയ്യപ്പന്റെ അനുഗ്രഹമാണെന്ന് അയ്യപ്പന്റെ പോസ്റ്റ്മാൻ വിഷ്ണു വിശ്വസിക്കുന്നു. കല്യാണമാണ് ഏപ്രിൽ 12-ാം തീയതി. കാണണം. തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും ഒരുപാട് കത്തുകൾ അയ്യപ്പന് കൈമാറുന്ന പോസ്റ്റ്മാൻ വിഷ്ണുവിന്റെ കല്യാണത്തിന്റെ ആദ്യ കത്ത് അയ്യപ്പന് തന്നെ കൈമാറി. 2ാമത്തെ കത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വിഷ്ണുവിനും ഭാവി വധു വീണയ്ക്കും എല്ലാവിധ മംഗളാശംസകളും നേരുകയാണ്. സന്നിധാനത്ത് നിന്നും അരുൺ ഹൂണികരൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.